ജിഷ കൊലക്കേസിൽ നിർണായകമായ വഴിത്തിരിവ്. പ്രതിയുടേതെന്ന് സംശയിക്കുന്ന വീഡിയോ ദൃശ്യങ്ങൾ ലഭിച്ചു. ജിഷയുടെയും മഞ്ഞ ഷർട്ടിട്ട യുവാവിന്റെയും ദൃശ്യങ്ങളാണ് ലഭിച്ചത്. ജിഷയുടെ വീടിന് സമീപത്തെ വളം വിൽപ്പന കേന്ദ്രത്തിലെ CCTV ക്യാമറ ദൃശ്യങ്ങളാണിത്. കൊല നടന്ന ദിവസം ഉച്ചയ്ക്ക് 1:30 ജിഷയും യുവാവും വീട്ടിലേക്ക് പോകുന്ന ദൃശ്യങ്ങളാണ് ലഭിച്ചത്. ജിഷയുടെ വീടിന് സമീപത്തെ സ്ഥാപനങ്ങളിലെ CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണത്തിലാണ് കേസിൽ വഴിത്തിരിവാകുന്ന നിർണായക തെളിവ് പോലീസിന് ലഭിച്ചത്. മഞ്ഞ ഷർട്ട് ധരിച്ച യുവാവ് ജിഷയെ പിന്തുടരുന്ന ദൃശ്യങ്ങളാണ് പോലീസ് പരിശോധിച്ച CCTV ക്യാമറ. കുറുപ്പമ്പടിയിലെ വളം വിൽപ്പന കേന്ദ്രത്തിൽ സ്ഥാപിച്ച CCTV ക്യാമറയിലാണ് ഈ ദൃശ്യങ്ങൾ പതിഞ്ഞിരിക്കുന്നത്. കൂടുതൽ ദൃശ്യങ്ങൾ ഇനിയും പരിശോധിക്കാനുണ്ടെന്ന് അന്വേഷണ സംഘം അറിയിച്ചു. കൊല നടന്ന ദിവസം രാവിലെ ജിഷ കോതമംഗലത്തേക്ക് പോയിരുന്നുവെന്ന മൊഴി പോലീസിന് ലഭിച്ചിട്ടുണ്ട്. തിരികെ വീട്ടിലേക്ക് വരുമ്പോൾ യുവാവ് പിന്തുടരുന്ന ദൃശ്യങ്ങളാണ് CCTVയിൽ പതിഞ്ഞിരിക്കുന്നതെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. ജിഷയുടെ വീട്ടിൽ നിന്നും നിലവിളി കേട്ടിരുന്നതായും മഞ്ഞ ഷർട്ട് ധരിച്ച യുവാവ് വീട്ടിൽ നിന്ന് ഇറങ്ങി വരുന്നത് കണ്ടതായും അയൽവാസികൾ മൊഴി നൽകിയിട്ടുണ്ട്. ഇതുകൂടാതെ മഞ്ഞ ഷർട്ടുധാരി ജിഷയുടെ വീടിന് പുറകുവശത്തെ മതിൽ ചാടി കടന്നുപോയതായും കനാലിൽ കൈകാലുകൾ കഴുകുന്നത് കണ്ടതായുമുള്ള മൊഴികളും പോലീസിന് ലഭിച്ചിരുന്നു. ഇരിങ്ങോൾക്കാവിൽ വെച്ച് സംശയാസ്പദമായ രീതിയിൽ കണ്ട യുവാവ് ധരിച്ചിരുന്നതും മഞ്ഞ ഷർട്ടാണെന്നും അയൽവാസികളുടെ മൊഴികളിൽ വ്യക്തമാണ്. ഈ മൊഴികൾ സാധൂകരിക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ പോലീസിന് ലഭിച്ചിരിക്കുന്നത്. ഇവ വിദഗ്ധരെ കൊണ്ട് പോലീസ് പരിശോധിപ്പിക്കും. അതേസമയം നേരത്തെ കസ്റ്റഡിയിലെടുത്ത ഗുണ്ടാ നേതാവ് ഉൾപ്പെടെയുള്ളവരെ പോലീസ് ചോദ്യം ചെയ്തു വരികയാണ്. ന്യൂസ് ബ്യൂറോ, കൊച്ചി. മലാപ്പറമ്പ് സ്കൂൾ അടച്ചുപൂട്ടുന്നതുമായി ബന്ധപ്പെട്ട സർക്കാരിനെതിരായ കോടതിയലക്ഷ്യ ഹർജി ഹൈക്കോടതി തീർപ്പാക്കി. സ്കൂൾ പൂട്ടിയതായി സർക്കാർ കോടതിയെ അറിയിച്ചതിനെ തുടർന്നാണ് കോടതിയലക്ഷ്യ നടപടികൾ അവസാനിപ്പിച്ചത്. മങ്ങാട്ടുമുറി, പാലാട്ട് സ്കൂളുകളും അടച്ചുപൂട്ടിയതായി സർക്കാർ കോടതിയെ അറിയിച്ചു. സ്കൂൾ അടച്ചുപൂട്ടാനുള്ള മുൻ ഹൈക്കോടതി ഉത്തരവ് നടപ്പാക്കിയില്ലെന്ന് ചൂണ്ടിക്കാട്ടി മലാപ്പറമ്പ് സ്കൂൾ മാനേജർ സമർപ്പിച്ച കോടതിയലക്ഷ്യ ഹർജിയാണ് ഹൈക്കോടതി തീർപ്പാക്കിയത്. സ്കൂൾ പൂട്ടിയതായി അഡ്വക്കേറ്റ് ജനറൽ ഹൈക്കോടതിയെ അറിയിച്ചതിനെ തുടർന്നാണ് ഹർജി തീർപ്പാക്കി ഉത്തരവായത്. ഹർജി പരിഗണിച്ചപ്പോൾ സ്കൂൾ പൂട്ടിയത് നിയമപ്രകാരമല്ലെന്ന് സ്കൂൾ മാനേജറുടെ അഭിഭാഷകൻ കോടതിയിൽ വാദിച്ചു. പൂട്ടിയ സ്കൂൾ കെട്ടിടത്തിന്റെ താക്കോൽ മാനേജരെ ഏൽപ്പിച്ചിട്ടില്ലെന്ന വിവരമാണ് അഭിഭാഷകൻ കോടതിയെ അറിയിച്ചത്. ഇതിനെ തുടർന്ന് AEO സ്കൂൾ കെട്ടിടത്തിന്റെ താക്കോൽ കോടതി വഴി മാനേജറുടെ അഭിഭാഷകന് കൈമാറുകയായിരുന്നു. ഇതിനെ തുടർന്നാണ് കോടതിയലക്ഷ്യ ഹർജി തീർപ്പാക്കിയതായി കോടതി അറിയിച്ചത്. മലപ്പുറം ജില്ലയിലെ മങ്ങാട്ടുമുറി, കോഴിക്കോട് ജില്ലയിലെ പാലാട്ട് എന്നീ സ്കൂളുകൾ അടച്ചുപൂട്ടിയതായി സർക്കാർ ഹൈക്കോടതിയെ അറിയിച്ചു. എന്നാൽ കോടതി ഉത്തരവ് പ്രകാരമുള്ള എല്ലാ നടപടിക്രമങ്ങളും പൂർത്തിയായിട്ടില്ലെന്നും സർക്കാർ കോടതിയിൽ വ്യക്തമാക്കി. ഇതിനെ തുടർന്ന് ഈ 2 കേസുകളും ചൊവ്വാഴ്ചത്തേക്ക് പരിഗണിക്കുന്നതിനായി മാറ്റിവെച്ചു. ന്യൂസ് ബ്യൂറോ, കൊച്ചി. ഹൈക്കോടതി ഉത്തരവിനെ തുടർന്ന് അടച്ചുപൂട്ടിയ തൃശൂർ കിരാരൂർ പരശുരാമ മെമ്മോറിയൽ LP സ്കൂളിലെ കുട്ടികൾക്ക് താൽക്കാലിക പഠന സൗകര്യങ്ങൾ ഒരുക്കി. ജില്ലാ കളക്ടറുടെ നിർദ്ദേശപ്രകാരം വേലൂർ പഞ്ചായത്തിലെ വ്യവസായ കേന്ദ്രത്തിലാണ് താൽക്കാലിക ക്ലാസ് റൂമുകൾ ഒരുക്കിയത്. വടക്കാഞ്ചേരി AEOയുടെ നേതൃത്വത്തിൽ വിദ്യാഭ്യാസ വകുപ്പ് സ്കൂളിലെ രേഖകൾ ഏറ്റെടുത്തു. മെയ് 30 അടച്ചുപൂട്ടിയ കിലാലൂർ പരശുരാമ മെമ്മോറിയൽ LP സ്കൂളിലെ കുരുന്നുകൾക്ക് ആശ്വാസം പകർന്നാണ് താൽക്കാലിക പഠന സൗകര്യങ്ങൾ ഒരുക്കിയത്. ഹൈക്കോടതി ഉത്തരവിനെ തുടർന്ന് ഓഫീസ് അടച്ചെങ്കിലും സ്കൂളിൽ ക്ലാസുകൾ നടന്നുവരികയായിരുന്നു. സ്കൂൾ പ്രവർത്തനം അവസാനിപ്പിക്കാനുള്ള സമയപരിധി കഴിഞ്ഞതോടെ വടക്കാഞ്ചേരി AEO TN അംബികാവല്ലി രേഖകൾ ഏറ്റെടുത്തു. സ്കൂളിലെ 40 കുട്ടികൾക്കും വേലൂർ പഞ്ചായത്തിലെ വ്യവസായ കേന്ദ്രത്തിൽ താൽക്കാലിക പഠന സൗകര്യങ്ങൾ ഒരുക്കി. PMLP കിരാലൂർ സ്കൂളിലെ കുട്ടികളെ സുരക്ഷിതമായ സ്ഥലത്ത് കോടതി ഉത്തരവ് പ്രകാരം ആക്കിയിട്ടുണ്ട്. വേലൂർ പഞ്ചായത്ത് 9ാം വാർഡിലെ വ്യവസായ കേന്ദ്രത്തിലാണ് കുട്ടികളെ സുരക്ഷിതമായി എത്തിച്ചേർത്തിരിക്കുന്നത്. സ്കൂൾ അടച്ചുപൂട്ടാനുള്ള നടപടികൾ പൂർത്തിയായതായി AEO ഹൈക്കോടതിയെ അറിയിക്കും. ഒരാഴ്ചക്കുള്ളിൽ സ്ഥിരം സംവിധാനങ്ങൾ ഒരുക്കാനാവുമെന്ന് സ്കൂൾ സംരക്ഷണ സമിതി അറിയിച്ചു. അധികം താമസിയാതെ തന്നെ സർക്കാർ ഏറ്റെടുത്ത ഉടനെ അതേ സ്കൂളിൽ തന്നെ ഈ കുട്ടികളെ കൊണ്ടുപോയി പഠിപ്പിക്കാൻ കഴിയും എന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. വ്യവസായ കേന്ദ്രത്തിലെ താൽക്കാലിക കെട്ടിടത്തിൽ ക്ലാസുകൾ പുനരാരംഭിച്ചു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. സ്പോർട്സ് കൌൺസിൽ പ്രസിഡന്റ് അഞ്ജു ബോബി ജോർജിന്റെ സഹോദരനെ സ്പോർട്സ് കൌൺസിലിൽ അസിസ്റ്റന്റ് സെക്രട്ടറിയായി നിയമിച്ചത് ക്രമവിരുദ്ധമായിട്ടാണെന്ന് തെളിയിക്കുന്ന രേഖകൾ പുറത്തായി. അജിത് മാർക്കോസിന് മതിയായ യോഗ്യതകൾ ഇല്ലായിരുന്നുവെന്ന് അദ്ദേഹം തന്നെ സമർപ്പിച്ച ബയോഡാറ്റ വ്യക്തമാക്കുന്നു. അഞ്ജു ബോബി ജോർജിന്റെ സഹോദരൻ അജിത് മാർക്കോസിന് അസിസ്റ്റന്റ് സെക്രട്ടറി ടെക്നിക്കലായി നിയമനം ലഭിക്കുന്നതിനായി സ്പോർട്സ് കൌൺസിൽ മുമ്പാകെ സമർപ്പിച്ച ബയോഡാറ്റ ആണിത്. ബയോഡാറ്റ പ്രകാരം കോയമ്പത്തൂർ മഹാരാജ എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്ന് പാസ്സായ MCA ബിരുദം മാത്രമാണ് അജിത്തിന്റെ ഏക വിദ്യാഭ്യാസ യോഗ്യത. ഇനി അജിത് മാർക്കോസ് ഇപ്പോൾ ഇരിക്കുന്ന അസിസ്റ്റന്റ് സെക്രട്ടറി ടെക്നിക്കൽ എന്ന പദവിയിൽ സർക്കാർ നിശ്ചയിച്ചിരിക്കുന്ന യോഗ്യതകൾ എന്തെല്ലാമാണെന്ന് പരിശോധിക്കാം. കായിക വിദ്യാഭ്യാസത്തിൽ മാസ്റ്റർ ബിരുദം, കായിക താരങ്ങളുടെ കോച്ചാവാനുള്ള NIS ഡിപ്ലോമ, അന്താരാഷ്ട്ര കോച്ച്,
അല്ലെങ്കിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ചുകൊണ്ട് അന്താരാഷ്ട്ര കായിക മത്സരത്തിൽ പങ്കെടുത്തതിൻ്റെ യോഗ്യതകൾ. ഞങ്ങളുടെ അന്വേഷണത്തിൽ മേൽപ്പറഞ്ഞ യാതൊരു യോഗ്യതാ മാനദണ്ഡങ്ങളും അജിത് മാർക്കോസിനില്ല. എന്നാൽ അഞ്ജു ബോബി ജോർജ് അധ്യക്ഷയായ കേരള സ്പോർട്സ് കൗൺസിലിൻ്റെ സെക്രട്ടറി നൽകിയ ശുപാർശയുടെ അടിസ്ഥാനത്തിൽ ഒരു പ്രത്യേക കേസായി പരിഗണിച്ച് നിയമനം നൽകണമെന്നാണ് സർക്കാർ ഉത്തരവിട്ടിരിക്കുന്നത്. തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് ഒരു ദിവസം മുമ്പാണ് അജിത്തിനെ ഈ പദവിയിൽ നിയമിച്ചത്. സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് സ്വന്തം സഹോദരനെ ഉന്നത പദവിയിൽ നിയമിച്ചത് അഞ്ജു ബോബി ജോർജിൻ്റെ കൂടി താൽപ്പര്യം പരിഗണിച്ചാണ്. വഴിവിട്ട നിയമനത്തിനെതിരെ പരാതി ഉയർന്ന സാഹചര്യത്തിൽ LDF സർക്കാർ ഇത് പുനഃപരിശോധിക്കാനിരിക്കെയാണ് അഞ്ജു ബോബി ജോർജ് മന്ത്രിക്കെതിരായ ആരോപണവുമായി രംഗത്ത് വന്നത് എന്നതും ശ്രദ്ധേയമാണ്. എസ് ജീവൻകുമാർ, തിരുവനന്തപുരം. അഞ്ജു ബോബി ജോർജിന്റെ ആരോപണം ശരിയാണെന്ന് കരുതുന്നില്ലെന്ന് സ്പോർട്സ് കൗൺസിൽ മുൻ പ്രസിഡന്റ് പത്മിനി തോമസ്. EP ജയരാജൻ അത്തരത്തിൽ പെരുമാറുമെന്ന് കരുതുന്നില്ല. സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് മുഴുവൻ സമയവും ചുമതല വഹിക്കണമായിരുന്നു. പദവി ഏറ്റെടുക്കുമ്പോൾ അഞ്ജു അതിനെക്കുറിച്ച് ചിന്തിക്കണമായിരുന്നുവെന്നും പത്മിനി തോമസ് തിരുവനന്തപുരത്ത് പറഞ്ഞു. കായികമന്ത്രി EP ജയരാജൻ അധിക്ഷേപിച്ചെന്ന സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് അഞ്ജു ബോബി ജോർജിന്റെ ആരോപണം ശരിയാണെന്ന് കരുതുന്നില്ലെന്ന് സ്പോർട്സ് കൗൺസിൽ മുൻ പ്രസിഡന്റ് പത്മിനി തോമസ് പറയുന്നു. എനിക്കങ്ങനെ തോന്നുന്നില്ല മിനിസ്റ്റർ അധിക്ഷേപിക്കുമെന്ന്. കാര്യം നമ്മളോടൊക്കെ എനിക്ക് കുറേ വർഷങ്ങളായിട്ട് അറിയാം. പക്ഷെ മിനിസ്റ്ററുടെ ഭാഗത്തുനിന്ന് അങ്ങനെ ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് മുഴുവൻ സമയവും ചുമതല വഹിക്കണം. ആക്ച്വലി സ്പോർട്സ് കൗൺസിലിന് ഒരു ഫുൾ ടൈം പ്രസിഡന്റ് ആണ് വേണ്ടത്. അങ്ങനെ അല്ലാതെ വരുമ്പോഴാണ് ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ ഒക്കെ ഉണ്ടാവുക. അത് അഞ്ജുവിന് തോന്നേണ്ട കാര്യം. നമ്മൾ ഏത് സ്ഥാനങ്ങളും ഒരാൾ ഏറ്റെടുക്കുമ്പം അതിനകത്ത് എന്തെല്ലാം കാര്യങ്ങളുണ്ട്. നമ്മളൊരു ഡൽഹിയിൽ ഒരു മീറ്റിങ്ങിന് പോയി ഒരു ദിവസം നിൽക്കുന്ന പോലെയുള്ള ഒരു സ്ഥാനമല്ല സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സഹോദരൻ അജിത് മാർക്കോസിനെ കൗൺസിലിൽ അനധികൃതമായി നിയമിച്ചത് അഞ്ജുവിന്റെ അറിവോടെ തന്നെയാണ്. എല്ലാം കണ്ടിട്ടേ ഫയലുകൾ പോവുള്ളൂ. ഒരു പ്രസിഡന്റ് കണ്ടിട്ടേ പോകൂ. വിമാനയാത്രക്കടക്കം കൗൺസിലിൽ നിന്ന് അധിക ചെലവുണ്ടാക്കിയത് ശരിയല്ല. അനധികൃത നിയമനങ്ങളടക്കമുള്ള കാര്യങ്ങൾ നടത്താനായി കൗൺസിലിലെ മറ്റു ചിലർ അഞ്ജു ബോബി ജോർജിനുമേൽ സമ്മർദ്ദം ചെലുത്തിയിരിക്കാമെന്നും പത്മിനി തോമസ് പറഞ്ഞു. ജിതിൻ ചന്ദ്രൻ, തിരുവനന്തപുരം. 10 വർഷം പഴക്കമുള്ള 2000 cc-യിലധികമുള്ള ഡീസൽ വാഹനം നിരോധിച്ചുള്ള ഹരിത ട്രൈബ്യൂണൽ വിധി ഹൈക്കോടതി സ്റ്റേ ചെയ്തു. പുതിയ വാഹനങ്ങൾ രജിസ്റ്റർ ചെയ്യുന്നതിന് വിലക്ക് ഏർപ്പെടുത്തിയ വിധി ഹൈക്കോടതി നീട്ടി. ഹരിത ട്രൈബ്യൂണൽ വിധിക്കെതിരെയുള്ള ഹർജി പരിഗണിക്കാൻ ഹൈക്കോടതിക്ക് അധികാരമുണ്ടെന്ന് സിംഗിൾ ബെഞ്ച് വിധിച്ചു. വിവരങ്ങളുമായി സാലി മുഹമ്മദ് ചേരുന്നു. സാലി, എന്തൊക്കെയാണ് വിവരങ്ങൾ? 10 വർഷത്തിലേറെ പഴക്കമുള്ള ബസ്സുകൾക്ക് പ്രധാന നഗരങ്ങളിൽ വിലക്ക് ഏർപ്പെടുത്തിയതിനെ ചോദ്യം ചെയ്ത് KSRTC സമർപ്പിച്ച ഹർജിയിലാണ് ജസ്റ്റിസ് PB സുരേഷ് കുമാറിന്റെ ഉത്തരവ്. ഹരിത ട്രിബ്യൂണൽ ഉത്തരവ് സ്വാഭാവിക നീതിയുടെ ലംഘനമാണെന്ന് കോടതി പറയുന്നു. ദില്ലിയിൽ 2 വർഷത്തെ സാവകാശം നൽകിയാണ് നിരോധനം നടപ്പിലാക്കിയത് എന്ന വിവരവും കോടതി സ്റ്റേ ഉത്തരവിൽ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. വാദം പൂർത്തീകരിച്ച് വിധി പ്രഖ്യാപിക്കുന്നതുവരെ ആണ് സ്റ്റേ എന്ന് കോടതി വ്യക്തമാക്കിയിട്ടുണ്ട്. വിധിക്കെതിരായ വിവിധ ഹർജികൾ ഹൈക്കോടതിയിൽ നിലനിൽക്കുമെന്നും കോടതി വ്യക്തമാക്കുന്നു. 2000 cc-ക്ക് മുകളിലുള്ള പുതിയ ഡീസൽ വാഹനങ്ങൾ രജിസ്റ്റർ ചെയ്യരുത് എന്നായിരുന്നു ഹരിത ട്രിബ്യൂണലിന്റെ ഒരു ഉത്തരവ്. പ്രധാന നഗരങ്ങളിൽ 10 വർഷത്തിലേറെ പഴക്കമുള്ള ഡീസൽ വാഹനങ്ങൾ ഓടിക്കരുതെന്ന് മറ്റൊരു ഉത്തരവിലും പറഞ്ഞിരുന്നു. ഇതിൽ 2000 cc-ക്ക് മുകളിലുള്ള ഡീസൽ വാഹനങ്ങളുടെ രജിസ്ട്രേഷൻ നിരോധിച്ചത് ഹൈക്കോടതി തന്നെ നേരത്തെ സ്റ്റേ ചെയ്തിരുന്നതാണ്. ഇപ്പോൾ മറ്റൊരു സ്റ്റേ കൂടി വന്നിരിക്കുന്നു. അതോടുകൂടി മോട്ടോർ വാഹന മേഖലയിൽ നിലനിന്നിരുന്ന വലിയൊരു അനിശ്ചിതത്വത്തിന് താൽക്കാലിക പരിഹാരമാവുകയാണ്. ഹൈക്കമാൻഡ് നിർദ്ദേശത്തെ തുടർന്ന് VM സുധീരൻ, ഉമ്മൻചാണ്ടി, രമേശ് ചെന്നിത്തല എന്നിവർ ഇന്ന് ദില്ലിയിലെത്തും. KPCC അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് VM സുധീരനെ മാറ്റണമെന്ന AA ഗ്രൂപ്പുകളുടെ സമ്മർദ്ദം ശക്തമായതോടെയാണ് 3 നേതാക്കളെയും ഹൈക്കമാൻഡ് ചർച്ചയ്ക്ക് വിളിച്ചത്. നേതൃമാറ്റം അനിവാര്യമാണെന്നും ഹൈക്കമാൻഡ് അടിയന്തര ഇടപെടൽ നടത്തണമെന്നും ഗ്രൂപ്പ് നേതാക്കൾ സോണിയാഗാന്ധിയോട് ആവശ്യപ്പെട്ടിരുന്നു. സമവായ ശ്രമം ലക്ഷ്യമിട്ടാണ് ഇരുതട്ടിലായ VM സുധീരൻ, ഉമ്മൻചാണ്ടി, ചെന്നിത്തല എന്നിവരെ ഹൈക്കമാൻഡ് അടിയന്തരമായി കൂടിക്കാഴ്ചയ്ക്ക് വിളിപ്പിച്ചിരിക്കുന്നത്. ഇന്ന് രാത്രിയോടുകൂടി 3 നേതാക്കളും ദില്ലിയിലെത്തും. നാളെയാണ് ഹൈക്കമാൻഡുമായി കൂടിക്കാഴ്ച. തോൽവിയുടെ ഉത്തരവാദിത്തം KPCC നേതൃത്വത്തിൻ്റെതാണെന്നും VM സുധീരൻ അധ്യക്ഷ പദവി ഒഴിയണമെന്നുമുള്ള നിലപാടിൽ ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയും ഉറച്ചു നിൽക്കുമെന്ന് വ്യക്തമായി കഴിഞ്ഞു. ഉമ്മൻചാണ്ടി നിയമസഭാ കക്ഷി നേതൃപദവി ഒഴിഞ്ഞ സാഹചര്യത്തിൽ KPCC അധ്യക്ഷ സ്ഥാനം VM സുധീരനും ഒഴിയണമെന്നാണ് ഇരു ഗ്രൂപ്പുകളുടെയും നിലപാട്. ഇക്കാര്യം A ഗ്രൂപ്പ് ദൂതനായി എത്തി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ സോണിയാഗാന്ധിയെ അറിയിച്ചിരുന്നു. സുധീരൻ സ്വന്തമായി ഗ്രൂപ്പ് ഉണ്ടാക്കുകയാണെന്നും നേതാക്കൾ ഹൈക്കമാൻഡിൽ പരാതിപ്പെട്ടിരുന്നു. എന്നാൽ അഴിമതി ആരോപണരായവരെ മാറ്റി നിർത്താനുള്ള തന്റെ തീരുമാനം തള്ളിയ ഉമ്മൻചാണ്ടി ചെന്നിത്തല നിലപാടാണ് തിരിച്ചടിയായതെന്ന നിലപാടിൽ സുധീരനും ഉറച്ചു നിൽക്കുന്നു. ഭരണ നേതൃത്വത്തിന്റെ വീഴ്ചയായിരുന്നു തെരഞ്ഞെടുപ്പ് പരാജയമെന്നും സംഘടന പൊളിച്ചെടുത്താണ് ഉണ്ടാവേണ്ടതെന്നും ഹൈക്കമാൻഡ് മുമ്പാകെ സുധീരൻ ആവർത്തിക്കുമെന്നാണ് സൂചന. അതിനാൽ തന്നെ സമവായം കണ്ടെത്തുന്നതിനായി ദില്ലിയിലെ ചർച്ചയും നീണ്ടുപോയേക്കാനാണ് സാധ്യത. ന്യൂസ് ബ്യൂറോ, ദില്ലി.
CPIM സംസ്ഥാന കമ്മിറ്റി യോഗം തിരുവനന്തപുരത്ത് തുടരുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം സംബന്ധിച്ച വിലയിരുത്തലാണ് മുഖ്യ അജണ്ട. ചില മണ്ഡലങ്ങളിൽ LDF 3ാം സ്ഥാനത്തേക്ക് പോയതുൾപ്പെടെയുള്ള കാര്യങ്ങൾ യോഗം ചർച്ച ചെയ്യും. ബോർഡ് കോർപ്പറേഷൻ വിഭജനം സംബന്ധിച്ച പ്രാഥമിക ചർച്ചകളും 2 ദിവസത്തെ യോഗത്തിൽ നടക്കും. ഭാവി പരിപാടികൾക്കും യോഗം രൂപം നൽകും. കൊച്ചി മെട്രോ 2ാം റീച്ചിന്റെ നിർമ്മാണ കരാറിൽ നിന്നും സോമ കൺസ്ട്രക്ഷൻസിനെ DMRC ഒഴിവാക്കി. കരാർ തുകയെ ചൊല്ലിയുണ്ടായ തർക്കമാണ് കമ്പനി ഒഴിവാക്കാൻ കാരണം. യഥാസമയം സ്ഥലം ഏറ്റെടുത്ത് നൽകുന്നതിൽ മുൻ സർക്കാർ വരുത്തിയ വീഴ്ചയാണ് പ്രതിസന്ധിക്ക് കാരണം. കാലതാമസം മൂലം നിർമ്മാണ ചെലവിൽ വർധനയുണ്ടായ സാഹചര്യത്തിൽ തുക വർദ്ധിപ്പിച്ച് നൽകണമെന്ന് കമ്പനി ആവശ്യപ്പെടുകയായിരുന്നു. യഥാസമയം സ്ഥലം ഏറ്റെടുത്ത് നൽകുന്നതിൽ മുൻ സർക്കാർ വരുത്തിയ വീഴ്ചയാണ് ഇപ്പോഴത്തെ പ്രതിസന്ധിക്ക് കാരണം. നിർമ്മാണം വൈകുന്നതുമൂലം നിർമ്മാണ ചെലവ് വർദ്ധിച്ചുവെന്നും ഇതിനാൽ 30% തുക അധികം വേണമെന്നും കരാർ ഏറ്റെടുത്ത സോമ കൺസ്ട്രക്ഷൻസ് ആവശ്യപ്പെടുകയായിരുന്നു. ഈ ആവശ്യം DMRC തള്ളിയതിനെ തുടർന്ന് കരാറിൽ നിന്ന് ഒഴിവാക്കണമെന്ന് സോമ കൺസ്ട്രക്ഷൻസ് ആവശ്യപ്പെട്ടു. ഇതോടെ സോമ കൺസ്ട്രക്ഷൻസിനെ ഒഴിവാക്കാൻ DMRC തീരുമാനിക്കുകയായിരുന്നു. മഹാരാജാസ് മുതൽ സൗത്ത് വരെയുള്ള ഭാഗത്തെ നിർമ്മാണം ഇതോടെ പ്രതിസന്ധിയിലായി. പ്രതിസന്ധി പരിഹരിക്കാൻ മറ്റ് പോംവഴികൾ തേടുകയാണ് DMRC. ഇനി പുതിയ കൺസ്ട്രക്ഷൻ കമ്പനിയെ കണ്ടെത്തണം. അതിനായി ടെൻഡർ വിളിക്കണം തുടങ്ങി നിരവധി കടമ്പകളാണ് കാത്തിരിക്കുന്നത്. ഇതിന് വരാനിടയുള്ള കാലതാമസം മെട്രോ നിർമ്മാണം യഥാസമയം പൂർത്തിയാക്കുന്നതിന് തടസ്സമാകുമെന്ന ആശങ്ക ഉയർന്നിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, കൊച്ചി. വാടയ്ക്കലിൽ കാണാതായ ബോട്ടിൽ ആരും ഉണ്ടായിരുന്നില്ലെന്ന് ബോട്ടുടമ ബാബു സുരേന്ദ്രൻ. ബുധനാഴ്ചയാണ് ബോട്ട് കടലിൽ കുടുങ്ങിയത്. സമുദ്ര ഗവേഷകരുമായി പോയി വന്ന ശേഷമാണ് എഞ്ചിൻ തകരാറുണ്ടായത്. ബോട്ടിലുണ്ടായിരുന്ന 3 പേരും മറ്റൊരു ബോട്ടിൽ കരയിലെത്തി. ബോട്ട് കുടുങ്ങിയ വിവരം നീണ്ടകര പോലീസിനെ അറിയിച്ചെന്നും ബാബു പറഞ്ഞു. ബോട്ടിൽ ആളുകളുണ്ടെന്ന നിഗമനത്തിൽ കോസ്റ്റ് ഗാർഡ് തെരച്ചിൽ നടത്തിയിരുന്നു. അഫ്ഗാനിസ്ഥാനിലെ കാബൂളിൽ ഇന്ത്യക്കാരിയെ തട്ടിക്കൊണ്ടുപോയി. കൊൽക്കത്ത സ്വദേശിനിയായ ജൂജിത് ഡിസൂസയെയാണ് അജ്ഞാതർ തട്ടിക്കൊണ്ടുപോയത്. അന്താരാഷ്ട്ര സർക്കാരിതര സംഘടനയായ അഖാഖാൻ ഫൗണ്ടേഷനിൽ ടെക്നിക്കൽ അഡ്വൈസറായി സേവനമനുഷ്ഠിക്കുകയായിരുന്നു ജൂജിത് ഡിസൂസ. അഫ്ഗാനിസ്ഥാനിലെ ഇന്ത്യൻ എംബസിയുമായും അഫ്ഗാൻ സർക്കാരുമായി ബന്ധപ്പെട്ടും മോചനത്തിനുള്ള ശ്രമം തുടരുകയാണെന്ന് വിദേശകാര്യ മന്ത്രാലയ വൃത്തങ്ങൾ അറിയിച്ചു. ബോളിവുഡ് ചിത്രം ഉഡ്താ പഞ്ചാബ് സെൻസർഷിപ്പ് വിവാദം രൂക്ഷമായ സാഹചര്യത്തിൽ വിവാദം തണുപ്പിക്കാൻ പുതിയ നീക്കവുമായി കേന്ദ്രം. ഫിലിം സർട്ടിഫിക്കേഷനുള്ള ചട്ടങ്ങൾ ലളിതമാക്കുമെന്ന് കേന്ദ്ര വാർത്താവിതരണ മന്ത്രാലയം അറിയിച്ചു. എന്നാൽ ഉഡ്താ പഞ്ചാബിന്റെ കാര്യത്തിലെ സെൻസർ ബോർഡ് നടപടിയെക്കുറിച്ച് കേന്ദ്ര വാർത്താവിതരണ മന്ത്രി പ്രതികരിച്ചില്ല. സെൻസർ ബോർഡ് നടപടിക്കെതിരെ സിനിമാ നിർമ്മാതാക്കൾ നൽകിയ പരാതി ട്രൈബ്യൂണൽ 17-ന് പരിഗണിക്കും. പഞ്ചാബിലെ ലഹരി മാഫിയകളുടെയും രാഷ്ട്രീയ ബന്ധങ്ങളുടെയും കഥ പറയുന്ന ബോളിവുഡ് ചിത്രം ഉഡ്താ പഞ്ചാബിലെ 89 രംഗങ്ങളും നീക്കം ചെയ്യണമെന്ന സെൻസർ ബോർഡ് നടപടി വിവാദമായ പശ്ചാത്തലത്തിലാണ് പുതിയ നീക്കത്തിന് കേന്ദ്രം ഒരുങ്ങുന്നത്. ഫിലിം സർട്ടിഫിക്കേഷനുള്ള ചട്ടങ്ങൾ കൂടുതൽ ലളിതമാക്കുമെന്നാണ് വാർത്താവിതരണ മന്ത്രി അരുൺ ജെയ്റ്റ്ലി അറിയിച്ചത്. സമൂലമായ മാറ്റങ്ങളോടുകൂടി പുതിയ നിയമാവലികൾ ദിവസങ്ങൾക്കുള്ളിൽ പ്രഖ്യാപിക്കുമെന്നും ജെയ്റ്റ്ലി ദില്ലിയിൽ പറഞ്ഞു. സെൻസർ ബോർഡ് നടപടിക്കെതിരെ നിർമ്മാതാക്കളുടെ സംഘടന ഫിലിം സർട്ടിഫിക്കറ്റ് അപ്പലേറ്റ് ട്രൈബ്യൂണലിൽ പരാതി നൽകിയിരുന്നു. ഇത് സംബന്ധിച്ച വാദം ട്രൈബ്യൂണൽ 17-ന് പരിഗണിക്കാനിരിക്കെയാണ് പുതിയ നീക്കവുമായി കേന്ദ്ര സർക്കാർ രംഗത്തെത്തിയത്. എന്നാൽ ഉഡ്താ പഞ്ചാബിന്റെ കാര്യത്തിലെ സെൻസർ ബോർഡ് നടപടിയെക്കുറിച്ച് പ്രതികരിക്കാൻ അരുൺ ജെയ്റ്റ്ലി തയ്യാറായില്ല. ശ്യാം ബെൻഗാലിന്റെ നേതൃത്വത്തിൽ തയ്യാറാക്കിയ റിപ്പോർട്ടാണ് പുതിയ പരിഷ്കരണത്തിനായി പരിഗണിക്കുന്നതെന്നും ജെയ്റ്റ്ലി വ്യക്തമാക്കി. ഉഡ്താ പഞ്ചാബ് റിലീസ് ചെയ്യണമെങ്കിൽ പേരിലെ പഞ്ചാബ് നീക്കണമെന്നും രാഷ്ട്രീയം, തെരഞ്ഞെടുപ്പ് തുടങ്ങിയവ പരാമർശിക്കുന്ന ഭാഗങ്ങൾ ഒഴിവാക്കണമെന്നുമായിരുന്നു സെൻസർ ബോർഡ് ആവശ്യപ്പെട്ടത്. അകാലിദൾ BJP സഖ്യം ഭരിക്കുന്ന പഞ്ചാബിൽ രാഷ്ട്രീയക്കാരുടെയും ലഹരി മാഫിയകളുടെയും ബന്ധം വ്യക്തമാക്കുന്ന ഭാഗം ഒഴിവാക്കാനാകില്ലെന്നാണ് അണിയറ പ്രവർത്തകരുടെ നിലപാട്. അടുത്ത വർഷത്തെ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് സെൻസർ ബോർഡ് ചെയർമാൻ പഹലജ് നിഹ്ലാനി BJPക്ക് വേണ്ടി പ്രവർത്തിക്കുകയാണെന്നും പ്രതിപക്ഷ പാർട്ടികൾ ആരോപിച്ചിരുന്നു. ന്യൂസ് ബ്യൂറോ, ദില്ലി. ക്ഷേത്രനഗരിയായ ഗുരുവായൂരിൽ 3ാം തവണയാണ് KV അബ്ദുൽ ഖാദർ തെരഞ്ഞെടുക്കപ്പെട്ടത്. കഴിഞ്ഞ 10 വർഷം മണ്ഡലത്തിൽ തുടക്കം കുറിച്ച പദ്ധതികൾക്ക് പുറമെ പുതിയ വികസന പ്രവർത്തനങ്ങളും MLAയുടെ മനസ്സിലുണ്ട്. മുൻ സർക്കാരിന്റെ നിസ്സഹകരണം മൂലം മുടങ്ങിക്കിടക്കുന്ന ഗുരുവായൂർ മേൽപ്പാലമടക്കം യാഥാർത്ഥ്യമാക്കാനാണ് KV അബ്ദുൽ ഖാദർ ശ്രമം ആരംഭിച്ചത്. ഗുരുവായൂരിലേക്ക് എത്തുന്ന തീർത്ഥാടകർക്ക് എക്കാലത്തും അസൗകര്യമാവുന്നത് റെയിൽവേ ക്രോസിലെ ഗതാഗത കുരുക്കാണ്. റെയിൽവേ മേൽപ്പാലത്തിന് കേന്ദ്ര സർക്കാർ തത്വത്തിൽ അംഗീകാരം നൽകി ഫണ്ട് അനുവദിച്ചെങ്കിലും സംസ്ഥാന സർക്കാരിന്റെ ഫണ്ട് ലഭ്യമാകാത്തതും സ്ഥലമേറ്റെടുപ്പ് നടക്കാത്തതും നിർമ്മാണത്തിന് വിലങ്ങുതടിയായി. LDF സർക്കാർ അധികാരത്തിലെത്തിയതോടെ റെയിൽവേ മേൽപ്പാലം യാഥാർത്ഥ്യമാക്കുന്നതിന് പ്രഥമ പരിഗണന നൽകുമെന്ന് KV അബ്ദുൽ ഖാദർ MLA. അടിയന്തരമായ പരിഗണന ഗുരുവായൂർ മേൽപ്പാലത്തിന് നൽകണം എന്ന ശക്തമായ അഭിപ്രായമാണ് മണ്ഡലത്തിലെ ജനങ്ങൾക്കുള്ളത്. ഇത് ശക്തമായിട്ട് ഗവൺമെന്റിന് മുമ്പാകെ ഞാൻ അവതരിപ്പിക്കുകയും ചെയ്യും.
ചേറ്റുവ ഹാർബറിന്റെ നവീകരണം, മുനക്കക്കടവ് ഫിഷ് ലാൻഡിംഗ് സെന്റർ നവീകരണം, ക്ഷേത്രനഗരിയിലെ കുടിവെള്ള പദ്ധതി തുടങ്ങി ആരംഭം കുറിച്ച പദ്ധതികൾ പൂർത്തിയാക്കുന്നതിലും ശ്രദ്ധ ചെലുത്തും. ഗുരുവായൂരിലെ കുടിവെള്ള പദ്ധതിയുടെ പൂർത്തീകരണം, ഗുരുവായൂർ ഡ്രെയിനേജ് സ്കീമിന്റെ പൂർത്തീകരണം ഇത്യാദി പദ്ധതികളാണ് അടിയന്തരമായിട്ട് പ്രാവർത്തികമാക്കാൻ ഉദ്ദേശിക്കുന്നത്. തീർത്ഥാടന നഗരിയായ ഗുരുവായൂരിലെ പാതകളുടെ നവീകരണത്തിനും പട്ടണത്തിന്റെ സൗന്ദര്യവൽക്കരണത്തിനും പദ്ധതികൾ നടപ്പാക്കുമെന്ന് KV അബ്ദുൽ ഖാദർ MLA വ്യക്തമാക്കി. ന്യൂസ് ബ്യൂറോ, തൃശൂർ. നോമ്പ് തുറയ്ക്ക് ആവശ്യമായ കൊതിയൂറുന്ന വിഭവങ്ങൾ ഒരുക്കുന്ന തിരക്കിലാണ് കോഴിക്കോട്ടെ ഒരു കൂട്ടം കുടുംബശ്രീ പ്രവർത്തകർ. വൈകിട്ട് 4 മണിയായാൽ നോമ്പ് തുറക്കാൻ ആവശ്യമായ എല്ലാ വിഭവങ്ങളും ഇവിടെ നിന്ന് ലഭിക്കും. കൊതിയൂറുന്ന വിഭവങ്ങൾ, രുചിയുടെ പെൺകരുത്തുമായാണ് കുടുംബശ്രീയിലെ ചേച്ചിമാർ റംസാന് വിഭവങ്ങൾ ഒരുക്കുന്നത്. സമൂസ, ഉന്നക്കായ, പഴം നിറച്ചത്, ബീഫ് ചിക്കൻ കട്ട്ലറ്റുകൾ, വീറ്റ് പൊറാട്ട, ഒപ്പം സ്പെഷ്യൽ മൊഞ്ചത്തി ബിരിയാണി. കോഴിക്കോട് നഗരത്തിലെ നടക്കാവൽ സ്ഥിതി ചെയ്യുന്ന കഫേ ശ്രീയുടെ പരിസരത്തിലൂടെ വെള്ളം ഇറക്കാതെ നടക്കാൻ കഴിയില്ല എന്നത് തീർച്ച. നോമ്പിനോടനുബന്ധിച്ച് ഞങ്ങൾ ഇവിടെ സ്പെഷ്യലായിട്ട് ഉന്നക്കായ, സമൂസ, കട്ട്ലറ്റ്, ബോണ്ട, ചട്ടിപ്പത്തിരി, ഇറച്ചിപ്പത്തിരി, മീൻപത്തിരി, അങ്ങനെ എല്ലാവിധ മലബാർ പലഹാരങ്ങളും ഞങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. റംസാനോട് അനുബന്ധിച്ചാണ് ഇവർ രുചിയേറുന്ന വിഭവങ്ങൾ തയ്യാറാക്കുന്നത്. 11 ചേച്ചിമാർ. ഉച്ചയ്ക്ക് തുടങ്ങുന്ന പലഹാരമൊരുക്കൽ ചിലപ്പോൾ സന്ധ്യ വരെ നീളും. അപ്പോഴേക്കും സാധനം വാങ്ങാൻ എത്തുന്നവരുടെ നീണ്ട നിര കാണാം. തരിക്കഞ്ഞിക്കാണ് ആവശ്യക്കാർ ഏറെയും. മടക്കിപ്പത്തിരി തേടിവരാത്തവരും കുറവല്ല. ചട്ടിപ്പത്തിരി, നൈസ് പത്തിരി, ജീരകകഞ്ഞി, നോമ്പുതുറയ്ക്ക് ആവശ്യമായ എല്ലാ പലഹാരങ്ങളും ഉണ്ടിവിടെ. കോഴിക്കോട് നടക്കാവിലൂടെ നടന്നുപോയാൽ ഈ മണം നമ്മെ ആകർഷിക്കും. വിഭവങ്ങളൊരുക്കി കാത്തിരിക്കുകയാണ് കുടുംബശ്രീയിലെ ചേച്ചിമാർ. ക്യാമറാമാൻ ജിബേഷിനൊപ്പം മേഘമാധവൻ, കോഴിക്കോട്. നിർമ്മാർജ്ജനം ചെയ്ത് മത്സ്യം വളർത്തുക എന്ന പുതിയ പദ്ധതിക്ക് ചേർത്തലയിൽ തുടക്കമായി. മന്ത്രി P. തിലോത്തമൻ പദ്ധതിയുടെ വിളവെടുപ്പ് നടത്തി. ഓക്സിജൻ അളവ് കുറഞ്ഞ മേഖലയിലും ജീവിക്കുന്ന മത്സ്യങ്ങളാണ് ഇതിനായി ഉപയോഗിക്കുന്നത്. മാലിന്യ സംസ്കരണ പദ്ധതിക്ക് പുതിയ രൂപവും ഭാവവും നൽകി ശ്രദ്ധേയമാവുകയാണ് ഗാന്ധി സേവാ കേന്ദ്രം. വീട്ടമ്മമാരെ അലട്ടുന്ന പ്രധാന പ്രശ്നങ്ങളിലൊന്നാണ് ഭക്ഷണാവശിഷ്ടങ്ങൾ സംസ്കരിക്കുക എന്നുള്ളത്. ഇതിന് പരിഹാരമായാണ് മത്സ്യങ്ങളെ വളർത്തി മാലിന്യങ്ങൾ നീക്കം ചെയ്യുന്നത്. ഈ പുതിയ പദ്ധതി രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് മുൻ കേരള കാർഷിക സർവകലാശാല അസോസിയേറ്റ് ഡയറക്ടർ ഡോക്ടർ പത്മകുമാറാണ്. ഒരു 10 സ്ക്വയർ മീറ്റർ ഉള്ള ടാങ്ക് ഉണ്ടെങ്കിൽ, ഒരു സിറ്റ് ഔട്ടിൻ്റെ വലിപ്പത്തിലുള്ള ഒരു ടാങ്ക് ഉണ്ടെങ്കിൽ പ്രത്യേക രൂപകൽപ്പന വളരെ പ്രധാനമാണ്. ഡിസൈൻ അങ്ങനെ ചെയ്താൽ നമുക്ക് അതിനകത്ത് ഒരു 100 മുതൽ 150 വരെ മത്സ്യം വളർത്താം. പത്മകുമാറിന്റെ നേതൃത്വത്തിൽ പരീക്ഷിച്ച് വിജയിച്ച സാങ്കേതിക വിദ്യയാണിത്. ഭക്ഷണാവശിഷ്ടങ്ങൾ നീക്കം ചെയ്യുന്നതിനോടൊപ്പം മത്സ്യം വിറ്റ് കിട്ടുന്ന പണവും പദ്ധതി നടപ്പിലാക്കുന്നവർക്ക് സഹായകരമായിരിക്കുകയാണ്. ഞങ്ങൾക്ക് ബയോഗ്യാസ് പ്ലാന്റ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ബയോഗ്യാസ് പ്ലാന്റ് ഞാനിപ്പം വേസ്റ്റ് ഒന്നും ഇല്ല, കാരണം ഇതിന് കൊടുക്കുന്നതുകൊണ്ടേ നമ്മൾ ഭക്ഷണത്തിൻ്റെ എല്ലാ വേസ്റ്റ് കഴിക്കുന്നത്. അതാണ് അങ്ങനെയാണ് ഇതിൻ്റെ ഇത്. മറ്റുള്ള എല്ലാ സിസ്റ്റങ്ങളും കഴിക്കുന്ന മീനുകളാണ് നമ്മൾ വളർത്തുകയും ചെയ്യേണ്ടത്. ആലപ്പുഴ, തിരുവനന്തപുരം ജില്ലകളിലാണ് പദ്ധതി വിജയകരമായി പൂർത്തീകരിച്ചിരിക്കുന്നത്. നബാർഡിന്റെ സഹായത്തോടെയാണ് മത്സ്യ വളർത്തു കേന്ദ്രം ഒരുക്കി കൊടുക്കുന്നത്. മാലിന്യ സംസ്കരണത്തിനൊപ്പം മത്സ്യസമ്പത്ത് കൂടി വളർത്തിയെടുക്കുക എന്ന പുതിയ പദ്ധതിക്കാണ് ചേർത്തലയിൽ തുടക്കം കുറിച്ചിരിക്കുന്നത്. ക്യാമറാമാൻ പ്രിൻസ് ഇല്യാസിനൊപ്പം ഷാജഹാൻ. സൗജന്യമായി വൃക്കദാനം ചെയ്ത ലേഖ നമ്പൂതിരിക്ക് സഹായ പ്രവാഹം. മമ്മൂട്ടിയുടെ പതഞ്ജലി ഗ്രൂപ്പിന് ധനസഹായം പതഞ്ജലി ഗ്രൂപ്പ് MD ജ്യോതിഷ് കൈമാറി. കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിലെത്തിയാണ് സഹായം കൈമാറിയത്. നാട്ടലിന് പരിക്കേറ്റ് കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന ലേഖ നമ്പൂതിരിയുടെ ഓപ്പറേഷൻ പൂർത്തിയായി. കോട്ടയത്തിന് പുതിയ ഷോപ്പിംഗ് അനുഭവമായി മാൾ ഓഫ് ജോയ് ശനിയാഴ്ച ബേക്കർ ജംഗ്ഷനിൽ പ്രവർത്തനം ആരംഭിക്കും. ലോക പ്രമുഖ ജ്വല്ലറി ബ്രാൻഡായ ജോയ് ആലുക്കാസാണ് കോട്ടയം നഗരഹൃദയത്തിൽ മാൾ തുറക്കുന്നത്. ഷോപ്പിംഗ് കൂടുതൽ സൗകര്യപ്രദമാക്കാൻ 3 നിലകളിലായി പാർക്കിംഗ് സൗകര്യവും ഒരുക്കിയിട്ടുണ്ട്. ഗ്രൗണ്ട് ഫ്ലോർ അടക്കം 5 നിലകളിലായി 2 ലക്ഷം ചതുരശ്ര അടിയിൽ നിർമ്മിച്ച പ്രീമിയം റീറ്റെയിൽ ഷോപ്പിംഗ് വിഭാഗം അടക്കം ലോകോത്തര നിലവാരമുള്ള ഷോപ്പിംഗ് മാളാണ് ജോയ് ആലുക്കാസ് ഒരുക്കിയിരിക്കുന്നത്. കുട്ടികൾക്കായി ലിൽ ജോയ് എന്ന പ്രത്യേക വിഭാഗവുമുണ്ട്.